Hello students, so we are back with another video. This time it deals with cooperative societies. So now we are in tax planning. We have covered how the assessment of firms are being carried out, and the association of person and body of individuals is also covered. And now we are moving on to cooperative societies. Cooperative society is an autonomous association of persons united voluntarily to meet their common economic, social, and cultural needs and aspirations through a jointly owned and democratically controlled enterprise. ഇതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഒരു ഡെഫിനിഷൻ. ഒരു ഓട്ടോണമസ് അസോസിയേഷൻ ആണ് where persons voluntarily unite together without any compulsion. സ്വമേധയാ ആൾക്കാർ ഒത്തുചേരുന്ന ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള അസോസിയേഷൻ ആണ്. ടു മീറ്റ് ദർ എന്തിനു വേണ്ടിയായിരിക്കും സാധാരണ ഇതിൽ കോമൺ ഇക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ്സ്. അപ്പോൾ വേണമെങ്കിൽ അതൊരു പെർട്ടിക്കുലർ ഇക്കണോമിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയാവാം, സൊസൈറ്റൽ ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാവാം. ആൻഡ് ഇറ്റ് ഇസ് ഓൺഡ് ഡെമോക്രാറ്റിക്കലി, ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ഡെമോക്രാറ്റിക്കലി. ഇതാണ് അതിൻ്റെ പ്രത്യേകതകൾ. ദെൻ ഇനി നമ്മൾ നേരിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ടോട്ടൽ ഇൻകത്തിൻ്റെ ആസ്പെക്റ്റിലേക്ക് പോയാലും ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഫീച്ചേഴ്സും വളണ്ടറി മെമ്പർഷിപ്പ് ആണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചുമ്മാ വായിച്ചിടുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം സാധാരണ ഏതൊരു SSCയുടെയും ടോട്ടൽ ഇൻകം അസസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിനകത്തും. അതേപോലെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനകത്ത് the following deductions are allowed: ATG, ATGGA, ATIA, ATIAB, ATIB, ATIC, ATID, IE, JJA, P, PA. ഇത്രയും deductions ആണ് is available to cooperative societies. ഇനി another ATP എന്ന് പറഞ്ഞ deduction ഒരു പ്രത്യേകതയുണ്ട്. A cooperative society can claim deduction under section ATP if it performs specified activities. കുറച്ച് സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ് ഉണ്ട്, നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണും. ആ സ്പെസിഫൈഡ് ആക്ടിവിറ്റീസിൽ ചെയ്യുന്ന സൊസൈറ്റീസിന് മാത്രമാണ് ATP അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുക. Then this is available only if it furnishes its return of income before the due date. ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ റിട്ടേൺ ഡ്യൂ ഡേറ്റിന് മുമ്പേ ഫയൽ ചെയ്യുന്നത് അവർക്ക് മാത്രമേ ഡിഡക്ഷൻ അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് they will not be getting this deduction. Then deduction is not available to RRBs, cooperative banks. Regional rural banksum cooperative banksum ഈ deductions available അല്ല. കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നതിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കും പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കും, സൊസൈറ്റി അല്ല ബാങ്ക്, പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ല പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവർക്കൊന്നും, കാരണം ഇവരെ കമേഴ്ഷ്യൽ ബാങ്കിനെ പോലെ തന്നെ ബാങ്കിങ് ആക്ടിവിറ്റീസ് ക്യാരി ഓൺ ചെയ്യുന്നതാണ്. അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്കിന് ഇല്ലാത്തൊരു ഡിഡക്ഷൻ കോപ്പറേറ്റീവ് ബാങ്കിന് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനങ്ങൾക്ക് RRBസിനും കോപ്പറേറ്റീവ് ബാങ്കിനും എന്തില്ല, there is no deduction is available. Then primary agricultural credit society and PCARDB can claim the deduction. ഞാൻ പറഞ്ഞല്ലോ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സിന് ഡിഡക്ഷൻ ഇല്ല ATP, പക്ഷെ പ്രൈമറി ക്രെഡിറ്റ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് പാക്സ് എന്ന് പറയുന്ന പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിനും പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിനും ഈ ബാങ്കാണ് ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിലുള്ള ബേസ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്രൊവൈഡ്സ് അസിസ്റ്റൻസ് ടു ഫാമേഴ്സ്. ലോങ് ടേം ലെൻഡിങ് നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഈ PCARDB എന്ന് പറയുന്ന. can claim the deduction. This can be divided into 3 categories. ഈ ATPയിലെ ഡിഡക്ഷനെ നമുക്ക് 3 കാറ്റഗറീസ് ആയിട്ട് തരംതിരിക്കാം. ഒന്ന്, where 100% deduction is allowed in respect of income of cooperative societies. 100% ഡിഡക്ഷൻ കിട്ടുന്ന കാര്യങ്ങൾ. രണ്ടാമത്തത്, where deduction is allowed to a limited extent in respect of income of cooperative societies. ഓരോന്നിനും ഇപ്പൊ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന് എത്ര, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിന് എത്ര എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ തരുന്നത്. Then consequences in case of multiple deductions. മൾട്ടിപ്പിൾ ഡിഡക്ഷൻസിന്റെ കേസിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. ഇങ്ങനെ 3 ആയിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഇതിനകത്ത് ഫസ്റ്റ് വൺ 100% deduction is allowed in respect of income of cooperative societies. എങ്ങനത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് നോക്കാം. അപ്പൊ ATPയിൽ
നമ്മൾ സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ് പറയുന്നില്ലേ, അതിൽ പെടുന്ന ഈ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്ന സൊസൈറ്റീസിനാണ് നമുക്ക് വേണ്ടത്. കോട്ടേജ് ഇൻഡസ്ട്രി പെടും. കോട്ടേജ് ഇൻഡസ്ട്രി ഡീൽ ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ബാങ്കിങ് ആൻഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, സൊസൈറ്റി മെമ്പേഴ്സ് ഇൻവോൾവ് ഇൻ ദ മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, ഏതെങ്കിലും അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന്റെ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണെങ്കിൽ പ്രോസസിങ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഗ്രോൺ ബൈ സൊസൈറ്റി മെമ്പേഴ്സ് വിത്തൗട്ട് യൂസിങ് പവർ ഒന്നും ഉപയോഗിക്കാതെ പ്രോസസ് ചെയ്യുന്നത്. Then purchase of agricultural products such as livestock, seed, etc. which would be distributed among the society members. അപ്പോൾ സൊസൈറ്റി ഡീലിംഗ് വിത്ത് ദ പർച്ചേസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് അവർക്കും ATP അലൗബിൾ ആണ് 100%. ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ്സുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ലാഭത്തിന്റെ 100%. ഇങ്ങനെയാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. കളക്റ്റീവ് ലേബർ ഡിസ്പോസൽ ഓഫ് സൊസൈറ്റി മെമ്പേഴ്സ് ഫിഷിംഗ് ആൻഡ് ഓർ റിലേറ്റഡ് ആക്ടിവിറ്റീസ്, ലേബർ ഡിസ്പോസൽ ഉണ്ടാവണം, പ്രശ്നമുണ്ട്. Then supplying milk, fruits, oil seeds and vegetables to other federal cooperative societies, അങ്ങനെ ചെയ്യാം. Then societies which earn dividend or interest on investment made in other cooperative society, വേറെ cooperative society ഇൻവെസ്റ്റ് ചെയ്തതിനെ പൈസ ഇയാൾ കിട്ടുന്നുണ്ട്. Then earning income from renting out house property, വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കുക, അത് അങ്ങനെയുള്ള സൊസൈറ്റീസ് ആണെങ്കിലും എന്തുണ്ട്, ATP ഉണ്ട്. Earning income from any house property or interest from security investments. So societies dealing with or societies having income from any house property or interest from security investment. So institutions or cooperatives belonging to all these sections, all these categories can claim deduction under section ATP, and that too 100% of the profits earned from these institutions. Then 100% of the income or profit, മൂന്ന് കേസസ് പറഞ്ഞില്ലേ, 100% of the income or profit generated from activities listed above are eligible for section ATP income tax deductions. ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന കോട്ടേജ് ഇൻഡസ്ട്രീസ് അത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഇതിനകത്ത് 100% ഡിഡക്ഷൻസിലായിട്ട് വരാം. നേരത്തെ പറഞ്ഞു ഞാൻ. Then eligible cooperative societies involved in other activities can also claim a deduction of rupees 1 lakh in case of consumer cooperatives and 50,000 in case of cooperative societies. അപ്പോൾ ചിലർക്ക് ലിമിറ്റഡ് ആയിട്ടാണ് കൊടുക്കുക എന്നുള്ളത് നമ്മൾ സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞല്ലോ, അതിന്റെ ഇലാബറേഷൻ ആണ്. Can claim a deduction of rupees 1 lakh in case if it is a consumer cooperative society ആണെങ്കിൽ 1 ലക്ഷം വരെ ക്ലെയിം ചെയ്യാം. And if it is a other type of consumer cooperative അല്ലാത്ത വേറെ ഏത് ടൈപ്പ് ആണെങ്കിൽ 50,000 വരെ ക്ലെയിം ചെയ്യാം. Then it is possible that a cooperative society eligible for deduction under section ATP is also eligible for deduction under other sections of IT Act. അപ്പോൾ വേറെ ATP കിട്ടി വിചാരിച്ചിട്ട് ബാക്കി ഡിഡക്ഷൻസ് കിട്ടാതായി പോകുന്നില്ല, അതിന് അവർക്ക് അർഹതയുണ്ട്. അങ്ങനെ കേസസ് വരികയാണ്, മൾട്ടിപ്പിൾ ഡിഡക്ഷൻസ് വരികയാണെങ്കിൽ ആദ്യം ബാക്കിയുള്ള ഡിഡക്ഷൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം in such cases section ATP deduction can be computed based on the total gross income left after making use of other deduction. ബാക്കിയുള്ള ഡിഡക്ഷൻസ് ഒക്കെ മേടിച്ചതിന് ശേഷം വരുവാണെങ്കിൽ അത് അവിടെയാണ് നമുക്ക് ATP ക്ലെയിം ചെയ്യുന്ന രീതി. ഹോപ്പ് ഇറ്റ് ഈസ് ഫൈൻ. അപ്പൊ ആ 3 കാറ്റഗറീസ് മനസ്സിലായി വിചാരിക്കുന്നു. 100% ആർക്കാണ് പറ്റുക? those who belong to that business. കുറെ ബിസിനസ്സിനെ ലിസ്റ്റ് ചെയ്തില്ല, അതൊക്കെ പെടുന്ന സൊസൈറ്റീസ് ആണെങ്കിൽ. പിന്നെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിനാണെങ്കിൽ 1 ലക്ഷവും മറ്റുള്ള കോപ്പറേറ്റീവ്സിനാണെങ്കിൽ 50,000 ആണ് ക്ലെയിം ചെയ്യാൻ പറ്റുക. ആൻഡ് ഒന്നിൽ കൂടുതൽ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന സൊസൈറ്റീസ് ആണെങ്കിൽ ബാക്കിയെല്ലാം ക്ലെയിം ചെയ്തതിന് ശേഷമുള്ള എമൗണ്ടിന്റെ മുകളിലാണ് ATP ക്ലെയിം ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.